അളക്കാൻ പോയിട്ടാണ് അളക്കാനുള്ളത്. ഇത് ഇന്നത്തേക്ക് എന്തെങ്കിലും നീ വാങ്ങാൻ പോകും. മുട്ട ആംപ്ലേറ്റ് അപ്പം മോളെ നല്ല വളം മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇത് എന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയതാ. വളം വാങ്ങാൻ വന്നോണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നല്ല. എത്ര കാലം ഇങ്ങോട്ടേക്ക് വന്നിട്ട്. കുട്ടികളെല്ലാം കൊടുത്തോറാബേ അവര് രാവിലെ പോയില്ലേ ഉമ്മ, പിന്നെ അവര് വൈകുന്നേരം വരുമല്ലോ. അവര് സ്കൂളിൽ പോയിട്ടുണ്ടാവല്ല. എനിക്ക് പോണോ? അവിടെ പണിക്കാറുണ്ട്, അവര് പണിയെടുക്കുന്നുണ്ടായിരുന്നു. വന്ന് കയറും പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട തിരക്ക്. ഞാൻ എത്ര കാലം കൂടിയിട്ടാ വന്നിന്. കുട്ടികളെ കാണണ്ടേ? അവര് വൈകുന്നേരമല്ലേ വരുമല്ലോ. വൈകുന്നേരം വരെ നിൽക്കാനുള്ള സമയമില്ല. പിന്നെ അവിടെ ഇരിക്കുമ്മ. ചോറിന്റെ സമയമില്ലേ? അത്ര കാലമായി ഒന്നിച്ച് ഇരുന്നിട്ട് ചോറിന്നിട്ട്. ചോറിക്കാനൊന്നും സമയമില്ല. ചോറിക്കാൻ എന്നാൽ കുറേ സമയമാവും. നീ എനിക്ക് കുറേ ഒരു ഗ്ലാസ് വെള്ളം കടുത്ത ആ വെയിലിന് നടന്നിട്ട് വന്നിട്ട് ദാഹിക്കുന്നു. ആ വെള്ളം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പന്നെ പോകേണ്ടത് ഇറക്കാന്ന്. ചോറും നല്ല സമയമുണ്ടല്ലേ ഒന്നിച്ച് ചോറുന്നാന്ന് പറയുന്നത്. നമ്മ ആരും ചോറൊന്നുമില്ല. ഞാനാണ് ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ടാ വന്നിന്. ചോറെല്ലാം വെച്ചിട്ട് പോകുമ്പോ കൊറേ സമയവും. അല്ലെങ്കിൽ പണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരുമ്പന്നെ പോണോ? എത്ര കാലം കൂടിയിട്ടല്ല വരുന്നത്. എന്നാ പിള്ളേരെ കാണാൻ നിൽക്കോ? അതും ഇല്ല. എപ്പോ നോക്കുമ്പോ പണിക്കാറ് കുറച്ച് ദിവസം അവിടെ വരണമെന്ന് പറഞ്ഞാൽ അവര് വരാൻ നിൽക്കൂലേ. എന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നൂടെ? നീ എന്നാ അങ്ങനെ പറയുന്നേ? ഞാനിപ്പോ എവിടെയെല്ലാം പോണ്ടത്, എവിടെയെല്ലാം പോയി നിൽക്കേണ്ടത്? എൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാനല്ല പറഞ്ഞിട്ടില്ല ഉമ്മ. അവിടെ എന്നെ ഒപ്പം നോക്കുമ്പോ പണിക്കാറും പഴയ ആൾക്കാരും ആയിട്ട് എനിക്ക് ആടുന്ന് ഇറങ്ങാൻ വേണ്ടി സമയം വേണ്ടേ? നീ വരുന്നില്ല, ഇതാക്കുന്നില്ല, നിൽക്കുന്നില്ല എന്ന് പറയുന്നത്. എനിക്ക് 2 ദിവസം വന്നിട്ട് അവിടെ നിന്നൂടെ? ഉമ്പ പറയും പോലെ വേഗം എനിക്ക് എല്ലാം ഇട്ട് എറിഞ്ഞിട്ട് അങ്ങോട്ട് അവിടെ വന്നിട്ട് നിൽക്കാൻ കഴിയുമോ? കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകണോ, മദ്രസയിലും പോകണോ, ഓർക്കാണെങ്കിൽ ഷോപ്പിൽ പോകണോ? അപ്പോൾ ഇതെല്ലാം ഇട്ട് എറിഞ്ഞിട്ട് ഞാനെങ്ങനെയാണ് അവിടെ വന്ന് നിൽക്കേണ്ടത്? നീ പിള്ളേർക്ക് ലീവുള്ള ദിവസം വന്നിട്ട് 2 ദിവസമാണ് എനിക്ക്. വെക്കേഷൻ സമയത്തിൽ ഞാൻ അവിടെ വന്ന് നിൽക്കലില്ല ഉമ്മ. ഇനിയിപ്പോൾ അടുത്ത വെക്കേഷൻ പറ്റി പിള്ളേരെയും കൂട്ടിയിട്ട് ഞാൻ വരാം. ഇതിപ്പോൾ ചോറുന്നാണ്ട് സമയമായിട്ട് ചോറുന്നാണ്ട് പോകുന്നെന്ന് പറഞ്ഞോണ്ടല്ലോ എനിക്ക് വിഷമമായത്. പിന്നെ ഏതായാലും നമുക്ക് ഇവിടെ ഒന്നിച്ച് ചോറ് നിന്നിട്ട് പോവുക. എന്നീ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട, ചോറ് വെച്ചിട്ട് പോവുക. നീ വേഗം ചോറെടുത്ത് വെക്ക്. ചോറ് വയ്ക്കാണ്ട് പോയിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. ചോറിൻ്റെ സമയത്ത് വന്നിട്ട് ചോറ് വയ്ക്കാണ്ട പോയിന്ന്. തിന്നലും കുടിക്കല ഇപ്പം എല്ലാവർക്കും. ഞാൻ കാണാന്ന് വിചാരിച്ചിട്ടാന്ന് വേഗം കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് കയറിയതല്ലേ. എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിന്നണോ, കുടിക്കണോ, നിൽക്കണോ? ഇത് അത് സമയം വേണ്ടേ? അന്ന് എത്ര പണിയുടെ തിരക്കിലാണ് ഞാൻ ഇങ്ങേക്ക് വന്നിനി. എനിക്കത് 2 ദിവസം വന്നിട്ട് അവിടെ നിന്നൂടെ? ക്യാബിളിയിലിടാ. ഓരോ രാവിലെ ഷോപ്പിൽ പോയില്ലേ. ഇപ്പം ഉച്ചയ്ക്ക് ചോറുന്നാനാകുമ്പോഴത്തേക്ക് വരും. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷമാ? ഇവിടെ എത്രയായിരുന്ന പിള്ളേർ പറയുന്നത് മോമാനെ കാണണോന്ന്? എന്തെല്ലാം പറയാനുണ്ട്? അതിനല്ലേ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാന്ന് പറയുന്നത്. ഇവിടെ ചോറ് വന്നു തോന്നുന്നു.
തക്കാളിക്കറിയാൻ തോന്നുന്നു. ഞാനവിടെ നല്ല അക്കൂറ കറിയും പൊരിച്ചതിലാക്കി വെച്ചിട്ട് തക്കാളിക്കറിയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കേണ്ടത് നല്ല പോവാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അടപ്പ് ചോറ് വയ്ക്കുന്നുണ്ട്. നീ പറഞ്ഞ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. ഏതെങ്കിലും മിസ്സായി നോക്ക്. അതല്ല ഉമ്മ വന്നിട്ടുണ്ട്. പോയിട്ട് വന്നേ മീൻ മേടിച്ചിട്ട് വന്നേ. അത് കറി വെച്ചിട്ടില്ലേ? കറി വെച്ചു, തക്കാളി കറി വെച്ചു. അത് തക്കാളി കറി വെച്ചു. മീൻ കിട്ടിയിട്ടില്ല. ഞാൻ അലക്കാൻ പോയിട്ട് മീനെ കണ്ടിട്ടില്ല, മീൻകാരൻ വന്നത് കണ്ടിട്ടില്ല. അതെയാ? ചിക്കൻ കൊണ്ടുവന്ന് വാങ്ങിക്കാം, പിന്നെ ഫ്രൂട്ട്സും വാങ്ങിക്കാം. ഞാൻ പോവാ മോളെ. അവിടെ പഠിക്കാർക്ക് ചായ ആക്കി കൊടുക്കണ്ടേ, ഒന്ന് ചോറിക്കാൻ കൊറേ സമയമായി പോവും. ഞാൻ പോവാ. ഇനി പിന്നെ ഒരു ദിവസം വന്നിട്ട് അതിന്റെ ചോറും കറികളും തിന്ന പോവാനാ. ചോറ് വെച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാന്ന് പറയുന്നേ. ഒരു വരട്ടെ, ഒരു പുറത്തു പോയിട്ടുണ്ട്. ചോറ് വെച്ചിട്ട് പോവാന്ന് എത്തി പറഞ്ഞതല്ലേ. ചോറ് കഴിക്കാൻ കൊറേ സമയമാവും മോളെ. ഞാൻ വേഗം പോവുക. സമയമില്ല. അവിടെ പണിക്കാറ് അവിടെ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ അടുക്കുമ്പോ ഇങ്ങോട്ടേക്ക് ഓടുന്ന്. ഓറ് വരട്ടല്ല, ഓരെന്തോ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. ഇല്ല മോളെ, ഓറ് വന്നിട്ട് ഞാൻ ഓറോട് പറഞ്ഞേ ഞാൻ കാണാൻ പറ്റുന്നില്ല. ഓറോട് എന്നെ അന്വേഷണം പറഞ്ഞേ. ഞാൻ ചോറ് വെച്ചോ. മത്സ്യം കിട്ടിയിട്ടില്ല, ചിക്കൻ കിട്ടിയിട്ടില്ല, ഫ്രൂട്ട്സും ഉണ്ട്. കറിയൊക്കെ മോയാ എന്നാ ഭക്ഷണം ചോറ് ഭക്ഷണം കഴിക്കാണ്ട് പോയത് എന്നാ എന്താ ഒരുപാട് പണിക്കാരുണ്ടാവും. എന്നാലും കുറച്ച് സമയം ചോറിന് തന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. പണിക്കാരുള്ളപ്പം പിന്നെ ആ തിരക്കൊണ്ട് പോയിരിക്കും. പിന്നെ ഒരു ദിവസം ഞാൻ ഇത്രയും ചോറിക്കുന്ന സമയത്ത് വന്നിട്ട് ചോറിക്കാണ്ട് പോവാ. എന്ത് തിരക്കാന്ന്? മറ്റു കാര്യമില്ല, അത് തിരക്കുണ്ടാവും. അതുകൊണ്ടായിരിക്കും. പിന്നെ തിരക്കില്ലാത്ത ദിവസം ഒരു ദിവസം വരുമായിരിക്കും, വന്നിട്ട് വരും. നീ ടെൻഷൻ അടിക്കാതെ വേണ്ട. നീ ഒരു കാര്യം ചെയ്യും. ഇത് ഇതുകൊണ്ട് കറിയൊക്കെ എന്നാ പറയുക ടൈമാവും. പിന്നെ നീ ഇപ്പൊ എന്താ ഉള്ളത്? തക്കാളിക്കറി വാ, നമുക്ക് ചോറിക്കാനാ. വാ കിടക്ക് നടക്ക്. ഞാൻ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നാലിന്റെ കഥ വായിക്കാൻ ഓക്കെ. ദുഃഖത്തിലിരിക്കും. ഈ താടിക്ക് വെച്ച് നീ ചിരിക്കുന്നു. ഇങ്ങനെ ദുഃഖം കാണിക്കല് ചിരിക്കല്ല. എന്തുക്കാന്ന് ചിരിച്ചുകൊണ്ട് ദുഃഖിക്കല. മാറ്റിയെടുക്ക. അത് വിട്. ഡയലോഗൊന്നും പറഞ്ഞാലും